ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രധാന പ്രശ്നം സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയുടെ അഭാവം നികത്താൻ സാധിക്കുന്ന ഒരാളില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ കാത്തിരിപ്പ് അവസാനിച്ചുവെന്നും ഹാർദിക്കിന്റെ പകരക്കാരനെ ഇന്ത്യ കണ്ടെത്തിയെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ആദ്യ T20 കുറിച്ച് വിശകലനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാനെതിരെ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കസറിയ ശിവം ദുബെയാണ് ഹാർദിക്കിന്റെ പകരക്കാരനായി ഈ ബാജി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യ 6 വിക്കറ്റിന് വിജയം കൊയ്ത മത്സരത്തിൽ ഓൾറൗണ്ട് പ്രകടനമായിരുന്നു താരം പുറത്തെടുത്തത്. ബോളിംഗിൽ ഒരു വിക്കറ്റ് പിഴുത ദുബെ റൺ ചേസിൽ 40 പന്തിൽ പുറത്താവാതെ 60 റൺസ് സ്കോർ ചെയ്തു. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. ശിവൻ ദുബെയുടെ പ്രകടനത്തെ ഹർഭജൻ സിംഗ് വാനോളം പ്രശംസിച്ചു. മാത്രമല്ല ബോളിംഗിൽ താരം വരുത്തിയ മാറ്റത്തെക്കുറിച്ചും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ശിവം ദുബെ താൻ വലിയൊരു മാറ്റം കാണുന്നുവെന്നും അവന്റെ ബോളിംഗിൽ വലിയ രീതിയിൽ വ്യത്യാസം വന്നുവെന്നും ഹർഭജൻ സിംഗ് ചൂണ്ടിക്കാട്ടി. സ്വന്തം ബോളിംഗിന് വേണ്ടി അവൻ അല്പം വേഗതയും കൂട്ടിയിട്ടുണ്ടെന്നും ഹർഭജൻ വ്യക്തമാക്കി. മാത്രമല്ല ഫിറ്റ്നസിൽ കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളതും ഉറപ്പാണ്. ഇന്ത്യ കാത്തിരിക്കുന്ന ദീർഘകാലത്തേക്കുള്ള പേസ് ബോളർ ഓൾറൗണ്ടർ ആകാൻ ശിവം ദുബെക്ക് സാധിക്കും. പരമ്പരയിലെ ശേഷിച്ച മത്സരങ്ങളിലും സ്കോർ ചെയ്യുകയാണെങ്കിൽ അവരെ അവഗണിക്കുക ബുദ്ധിമുട്ടായിരിക്കുമെന്നും ഹർഭജൻ വ്യക്തമാക്കി. ICCയുടെ T20 ലോകകപ്പ് ജൂണിൽ നടക്കാനിരിക്കെ ഇതൊരു നല്ല സീം ബോളിംഗ് ഓൾറൗണ്ടറെ ആവശ്യമാണ്. ഹാർദിക്കിന്റെ ഫോമും ഫിറ്റ്നസും ആശങ്കയാണെങ്കിൽ ശിവം ദുബെയെ എന്തുകൊണ്ടും പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. നാട്ടിൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന ICC ഏകദിന ലോകകപ്പിലെ പകുതി മത്സരങ്ങൾ പോലും ഹാർദിക്കിന് കളിക്കാനായിരുന്നില്ല. ബംഗ്ലാദേശുമായുള്ള ലീഗ് ഘട്ടത്തിലെ മത്സരത്തിൽ പരിക്കേറ്റ ഹാർദിക് ടൂർണമെന്റിൽ നിന്നും പിന്മാറുകയായിരുന്നു. ബോളിംഗ് റണ്ണപ്പിനിടെ കാലുകൊണ്ട് ഷോട്ട് തടയാൻ ശ്രമിക്കവെയായിരുന്നു ഹാർദിക്കിന്റെ പരിക്ക്. മാർച്ചിൽ ആരംഭിക്കുന്ന IPLോടെ താരം മത്സരരംഗത്തേക്ക് മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ദുബെയുടെ കരിയർ എടുത്താൽ ഇന്ത്യക്ക് വേണ്ടി T20 ഏകദിന ഫോർമാറ്റുകളിൽ ഇതിനോടകം തന്നെ കളിച്ചു കഴിഞ്ഞു. T20യിൽ 19ഉം ഏകദിനത്തിൽ ഒരു മത്സരത്തിലുമാണ് താരം കളിച്ചത്. T20യിൽ 35 ശരാശരിയിൽ 140 സ്ട്രൈക്ക് റേറ്റിൽ 212 റൺസും ദുബെ നേടിയിട്ടുണ്ട്. 2 അർദ്ധ സെഞ്ചുറികളും താരം സ്വന്തമാക്കി. T20യിൽ 17 ഇന്നിംഗ്സുകളിൽ ബോൾ ചെയ്ത ദുബെക്ക് 7 വിക്കറ്റുകളുമുണ്ട്. IPLൽ 2022 സീസണ് മുന്നോടിയായി ചെന്നൈ സൂപ്പർ കിങ്സ് ചേർന്നതാണ് ദുബെയുടെ കരിയറിൽ വലിയ മാറ്റമായി മാറിയത്. അതിനു മുമ്പ് പല ടീമുകളിൽ കളിച്ചിട്ടുണ്ടെങ്കിലും ചെന്നൈയിലെത്തിയ ദുബെയുടെ കരിയർ മാറ്റി. ഇതിഹാസ താരം ധോണിക്ക് കീഴിൽ എത്തിയത് താരത്തിന്റെ കരിയറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്ന് താരം ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള രാജകീയ റീ എൻട്രി തന്നെയാണ് ദുബെയും പ്രതീക്ഷിക്കുന്നത്.